ഹലോ! മൈദയും മുട്ടയും ചേർത്തിട്ട് ഇതുപോലൊരു ടേസ്റ്റി സ്നാക്ക് നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു മുട്ടയും മൈദയും ചേർത്തിട്ട് നല്ല അടിപൊളി നല്ല പഞ്ഞി പോലത്തെ ഒരു അകത്ത് പഞ്ഞി പോലെയും വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണേ. നമ്മൾ മൈദ ഒരുപാട് എപ്പോഴും യൂസ് ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഒരുപാട് എപ്പോഴും മൈദ നമ്മൾ യൂസ് ചെയ്യേണ്ട അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ദാ നമ്മുടെ മൈദയുടെ നിങ്ങൾക്ക് കേക്കെന്നോ അപ്പമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ ഉൾഭാഗം നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും വെളിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണേ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. നമ്മൾ പഞ്ചസാര നേരത്തെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ മുട്ടയുടെ കൂടെ പൊടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതിന് ശേഷം വേണം മുട്ടയിട്ടിട്ട് ഒന്നുകൂടെ ഇട്ടൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 കപ്പ് മൈദ ആ മുട്ടയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ കുറച്ച് നെയ്യ് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സോഫ്റ്റായി കിട്ടാനാണ് കേട്ടോ. നെയ്യോ ബട്ടറോ ചേർക്കാം കേട്ടോ. എണ്ണ ചേർക്കണ്ട, നെയ്യോ ബട്ടറോ മാത്രം ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലുണ്ട്, അതാണെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവല്ലേ, അതിൻ്റെ കുറച്ച് വെള്ളം നനവ് കൂടി നിൽക്കുന്നൊരു പരുവല്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവം. ഈ ഒരു പരുവം പോലെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല, കുറച്ച് മാവിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ ആ പരുവം വേണം കേട്ടോ. എങ്കിലേ നമുക്കിത് എണ്ണയിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകാനും പാടില്ല. എന്നാൽ ഈ ഒരു പരുവം. ഇനി 2 ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ എന്നിട്ട് ഇത് ഇളക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇടുമ്പോഴത്തേക്കും കുറച്ചതൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഈ ഒരു പരുവത്തിലാണ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് അതൊന്ന് ഉരുട്ടി ഒരു ബോൾ പോലത്തെ പരുവത്തിലാക്കി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി ഒരു ചായക്കടിയാണ്. ഈവനിങ്ങിൽ പല കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഓടി വന്ന് കഴിച്ചോളും. നല്ല ടേസ്റ്റിയാണ്. മുട്ടയൊക്കെ ചേർത്ത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മളിത് ഒരുപാട് കരിഞ്ഞ് പോകാതെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടു ടേസ്റ്റി സ്നാക്ക് റെഡി ആയിട്ടോ. നമ്മൾ ഈ വെട്ട് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ചായക്കടയിലൊക്കെ ഇരിക്കുന്ന കേക്കില്ലേ, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്ട് കേക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വെട്ട് കേക്ക് ആക്ച്വലി ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത്രയ്ക്കൊരു കട്ടിയല്ല, നല്ല കട്ടിക്കിരിക്കുമല്ലോ വെട്ട് കേക്ക്, അത്ര സോഫ്റ്റ് ഒന്നും അല്ലല്ലോ. ഇത് പക്ഷേ വെട്ട് കേക്കിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്, പക്ഷേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. വെട്ട് കേക്ക് എന്ന് പറയുന്നത് നല്ല ഇച്ചിരി കട്ടിയല്ലേ, ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കട്ടിയല്ലേ. അപ്പോൾ അതിൽ ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൈദ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നല്ല മധുരവും അത്യാവശ്യത്തിന് മധുരവും കുറച്ച് മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു കേക്ക് കഴിക്കുന്ന പോലെ നമുക്ക് നല്ലൊരു രുചിയാണ് കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പൂണിൽ അതൊന്ന് കോരി എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമ്മളതൊന്ന് കോരി എണ്ണയിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്പൂണിലെടുത്തിട്ട് കോരി ഇങ്ങനെ ഇട്ടാലും മതിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ലോ കേട്ടോ. ഇതുപോലെയുള്ള മുട്ടയായിട്ടുള്ള റെസിപ്പീസാണ് എൻ്റെ വീഡിയോസിൽ കൂടുതലും. അപ്പോൾ മുട്ട ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ വെട്ട് കേക്ക് അല്ലെങ്കിൽ ഇത് ഒരു തമിഴ്നാട് സ്റ്റൈല് ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പേര് പറയുന്നത് കച്ചട എന്നാണ്. തമിഴ്നാട്ടിൽ ഇതിന് പറയുന്നത് കച്ചട എന്നാണ്. അവരുടെ ഒരു സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നോക്കി തുറക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്രിസ്പി സ്നാക്ക്. അപ്പം എൻ്റെ ഈ കച്ചടയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനിയും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അപ്പം നമുക്കിനിയും പുതിയ ഇതുപോലത്തെ വെറൈറ്റി പേരും പല രാജ്യത്തുള്ള പല പല വെറൈറ്റി സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.